ഞാനുണ്ടെങ്കിൽ ബാഗ് കൊടുക്കി. വെള്ളം കണ്ടു പൈസ എന്നാ ചെല്ലുന്ന കേട്ടോ, നേരെ പൈസ. എന്തല്ലേ നമ്മളെ ഈ മാർക്കറ്റിലൊക്കെ മീൻ വെട്ടി വിൽക്കുമല്ലോ പല ജാതിക്കോല എന്ന് പറഞ്ഞ പോലെ ദീനിങ്ങനെ വെട്ടി വിൽക്കാൻ വെച്ചിട്ട് ഏത് വേണമെങ്കിലും എടുക്കാം. അടുത്തൊരു വീഡിയോ ഉണ്ട്. ഇതിപ്പോ എല്ലാ സംഭവങ്ങളും തങ്ങൾ തീർത്തു കൊടുക്കാണ്. അപ്പൊ തങ്ങൾക്കൊരു ഇടിവെട്ടിയ കഥ പറയുന്നുണ്ട് തങ്ങൾ, അതൊന്ന് കേട്ടോളിട്ടോ. പിന്നെ ഇന്നലത്തെ ഇടിയിൽ നമ്മൾ ലാപ്ടോപ്പ് പോയി ഇന്നലത്തെ ഇടിയിൽ ലാപ്ടോപ്പ് പോയി. അപ്പൊ ലാപ്ടോപ്പ് വാങ്ങി കൊടുത്തിട്ടുള്ളൂ. വേറെ ആ ഇടിക്കറിയില്ലേ ഇത് തങ്ങളാണെന്നുള്ളത്, തങ്ങളെ ലാപ്ടോപ്പാണെന്നുള്ളത്. എത്രയോ ഭക്തർക്ക് പിന്നെ ലൈവ് പോകുന്ന ഒന്നും ഇപ്പോൾ ഇടിക്ക് മനസ്സിലായിട്ടില്ല. ഇതിൽ ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഞാൻ അങ്ങനെ ആലോചിച്ച് പോവാ, ഇങ്ങനെയൊക്കെ ആഗണീൻ്റെ, അതായത് അള്ളാഹു അല്ലാതെ വേറൊരാളെ പിടിക്കേണ്ട ഒരവസ്ഥ, അതായത് ഷിർക്ക്, അതിലേക്ക് കടക്കണീൻ്റെ ഒരു സെക്കൻഡ്, അണുമണി സെക്കൻഡിന് മുമ്പ് റൂഹ് പിരിയണപ്പെടുന്നത്. അള്ളാഹിൻ്റെ സവിധത്തിലേക്ക് മടങ്ങണം. ഇങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. റഹ്മാനല്ലാ റഹീമുമല്ലാ റസാക്കും നീ അല്ലാ, റബ്ബു റഊഫും രാജാതിരാജനുമായവനേ അല്ലാ, അഖില ചരാചര വാഴും പരാപരനായവനേ അല്ലാ, അഖില ചരാചര വാഴും പരാപരനായവനേ അല്ലാ, അഗതികൾക്കെന്നും എന്നേക്കും ആശ്രയം നീയല്ലാ. പ്രിയപ്പെട്ട എൻ്റെ സമുദായമേ, നിങ്ങളെ പ്രശ്നങ്ങൾ റബ്ബിനോട് പറയും, അള്ളാഹുവിനോട് പറയും. ഒരു ഉറുപ്പ്യൻ്റെ ചിലവതിനില്ല. റബ്ബ് ഇതാക്കണ് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, എന്താണ് വേണ്ടത് ചോദിക്ക്, ഞാൻ തരും എന്ന് പറഞ്ഞ റബ്ബിനെ അറിയുന്ന ആ ആശയത്തെ അത്രമേൽ അറിഞ്ഞ എൻ്റെ സമുദായമേ, ഇനിയെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലേ? ഒറ്റ കാര്യം ചോദിക്കട്ടെ ഞങ്ങളോട്, വളരെ സ്നേഹപൂർവ്വം. എന്നെങ്കിലും നിങ്ങളെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നുണ്ടോ? ഒന്നെങ്കിൽ ഒന്ന് എന്നും പ്രശ്നമല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ജീവിതത്തിലും ദുന്യാവിലും ആഖിറത്തിലും പ്രശ്നം തീരൂല കേട്ടോ. അതാലോചിച്ച്, ഇതൊരു ഒരുവിധ ചൂഷണം എന്നാണ് ഇതിന് പറയാം. ഈ ചൂഷണത്തിൽ മുസ്ലിം സമുദായം പെട്ടു പോകാൻ പാടില്ല. റബ്ബിനെ അറിഞ്ഞവർ ഇതിൽ പെടുമോ? ആലോചിച്ച് നോക്കി. നമുക്ക് ഭരമേൽപ്പിക്കാൻ, നമുക്ക് ദുആ ചെയ്യാൻ അള്ളാഹു മതിയായവനാണ്. ആ റബ്ബിനോട് ചോദിച്ചൂടെ? റബ്ബോടടുത്താൽ നൽകിടും, റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും, റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും. ആ റഹ്മത്തിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് മുട്ടാതെ ഇവിടെ പൈസയും കൊണ്ട് ഇവിടെ ഈ പറയുന്ന ഇങ്ങനത്തെ ആൾക്കാരെ വാതിലൊക്കെ പോയി നിൽക്കാറുള്ളത്. എന്താ അതൊക്കെ ഒരവസ്ഥ? നമ്മൾ പല തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തെറ്റിലേക്ക് പോകും. പക്ഷെ ശിർക്ക് എന്ന് പറയുന്ന വലിയ തെറ്റുണ്ടല്ലോ, അത് ദീനിന്നാ പോവാ. അത് ഈമാൻ നൽകട്ടെ എല്ലാവർക്കും. ഈമാൻ അണുമണി തൂക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്കൊക്കെ പോവുക? ഇത്തരം ആളുകളുടെ ചൂഷണത്തെ എങ്ങനെ തിരിച്ചറിയാതിരിക്കും മുസ്ലിം സമുദായമേ? നമുക്ക് സ്വലാത്ത് ചൊല്ല, ദിക്റ് ചൊല്ല, ഖുർആൻ ഓത, എന്തുമാണെങ്കിലും നമുക്ക് ചെയ്യാലോ. അതിനൊക്കെ പൈസൻ്റെ കണ്ടമാനം പൈസ വാങ്ങി ഈ പറയുന്നത് പോലെ ഒരാളെടുത്ത് ചെന്നുങ്ങാണ്ട് അഭയം തേടി, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവരൊക്കെ ജനകീയരാകുന്നത് എങ്ങനെയെന്നറിയാം? ഈ കുട്ടികളെ കെട്ടിക്കുമ്പോൾ 5 പവൻ സ്വർണം, എന്നിട്ട് സകല പള്ളിക്കത്തെ കാളിയന്മാർ അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് സ്റ്റേജുമ്പോൾ മുഴുവൻ കാളിയന്മാർ 5-6 കൊല്ലം പിന്നെ പഠിച്ച് കിതാബോധി പഠിച്ച ഉസ്താദുമാർ ആ സ്റ്റേജുമ്പോൾ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ പ്രൗഢഗംഭീരമായ സ്റ്റേജ്,
അതോടുകൂടി വരുന്നോല് മുഴുവൻ കാണുക, ആ ഉസ്താദ്മാരൊക്കെ വന്ന് സപ്പോർട്ടീവാണ്. അതിലൂടെ ഇവർ ജനകീയരാകാണ്. പിന്നീട് അത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തങ്ങളോടും എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും ഇവിടുന്ന് പോകും. ആരൊക്കെ പോയി? മുത്തിയിലും മുത്തായ മുത്ത് റസൂലും അവിടുത്തെ സ്നേഹിച്ച സഹാബോരും അമ്പിയ രാജരിൽ അസുമുടയോരും ഈ ലോകം വാണ മഹാരാജന്മാരും വഴങ്ങി വണങ്ങി കതിറിനിണങ്ങി പിരിഞ്ഞവർ പോയി ലോകം വെടിഞ്ഞവരായി. അള്ളാൻ്റെ കതിർ, അള്ളാൻ്റെ കലാഹ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മഹ്ലൂക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്, സത്യമാണ്. പിന്നെ എന്തേ നിങ്ങൾക്ക് പറ്റിയത്? ആ റബ്ബിനോട് അടുക്കാൻ എന്തേ നിങ്ങൾക്ക്? എന്താ വിഷമം എന്താണ്? എന്താ പ്രയാസം എന്താണ്? പ്രിയപ്പെട്ട സമുദായം ചിന്തിച്ചോ. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ മൈക്രോ പോയിൻ്റ് സെക്കൻഡിൽ അള്ളാഹു നമ്മുടെ റൂഹിനെ അവൻ്റെ സന്നിധിയിൽ എത്തിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.